ആൾക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോഴൊക്കെ ഒരു കുപ്പി അടിച്ചെന്ന് പറഞ്ഞാലും പഴയ പോലെ ഒന്നും അല്ല എന്ന്, ഒന്നും ഏൽക്കാറില്ല. ഹായ്, മൈസെൽഫ് സ്റ്റെഫി ജസ്റ്റിൻ, എ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് അവിടെ നിന്നൊരു പേഷ്യൻറ്റ് എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് ആള് ആൽക്കഹോളിക് യൂസ് ഡിസോർഡർ ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ആള് പറഞ്ഞ കാര്യം ഇതാണ്: കള്ള് എന്നെയല്ല കുടിക്കുന്നത്, ഞാനാണ് കള്ളനെ കുടിക്കുന്നത്. സാധാരണ രീതിയിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന, ഏതെങ്കിലും തരത്തിലുള്ള ഇലിസിറ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മോസ്റ്റ്ലി എല്ലാ പേഷ്യൻസും പറയാറുള്ള ഒരു ഡയലോഗാണിത്. വളരെ കോമൺ ആയിട്ട് നമ്മുടെ പരിസരങ്ങളിലാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗാണിത്. ഇതൊരു കൈൻഡ് ഓഫ് ഡിനയലാണ്. ആൽക്കഹോൾ ആയിക്കോട്ടെ, മറ്റെന്ത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, നമ്മുടെ തലച്ചോറിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്ത് പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അവരെ നല്ലപോലെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഡിസോർഡർ ആണെന്നും നിങ്ങൾക്ക് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നും. നമ്മൾ ആൽക്കഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ്സ് ആയിക്കോട്ടെ, ഈ ഡ്രഗ്സും ആൽക്കഹോളും നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഡോപ്പമിൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോൺ എന്നാണ് ഇത് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് സന്തോഷവും അല്ലെങ്കിൽ വളരെ പ്ലഷർ കൊടുക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ് ഇൻഡ്യൂസ് ആകാൻ നേരത്ത് ആ വ്യക്തിയിൽ സന്തോഷമൊക്കെ പ്രൊഡ്യൂസ് ആകുന്നത്. നിങ്ങൾ ഒരു പെഗ് അടിക്കുന്നു, ഒരു എമൗണ്ട് ഓഫ് ഡോപ്പമിൻ നിങ്ങളുടെ തലച്ചോറിൽ ജനറേറ്റ് ആകുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഒരേ പെഗ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോഴൊക്കെ ഒരു കുപ്പി അടിച്ചെന്ന് പറഞ്ഞാലും പഴയ പോലെ ഒന്നും അല്ല എന്ന്, ഒന്നും ഏൽക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ തലച്ചോറിൽ ഇനിയും അതേ തരത്തിലുള്ള ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവണമെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ചെന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ഡ്രഗ്സ് നിങ്ങൾ എടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂട്ടിയേ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻസിയിലേക്ക്, ഈ ആൽക്കഹോളിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ മാറ്റുന്നത്. പയ്യെ ആൽക്കഹോൾ യൂസ് ഒരു വ്യക്തിയിൽ കൂടി വരികയാണ് ചെയ്യാറുള്ളത്. ആ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് അത് കൺവേർട്ട് ആവുകയും ചെയ്യും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് സന്തോഷം തരുന്നത് കൊണ്ട് മാത്രമല്ല, ബ്രെയിനിൻ്റെ മറ്റ് പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ, പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു ഇൻഹിബിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് വസ്ത്രം ധരിക്കുന്നത് നമുക്കൊരു ഇൻഹിബിഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമുക്കൊരു നാണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത്. ആ ഇൻഹിബിഷനൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ബ്രെയിനാണ്. പക്ഷേ ആൽക്കഹോളും മറ്റ് ഡ്രഗ്സും ഒക്കെ ഇൻഡ്യൂസ് ആകാൻ നേരത്ത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിൻ വളരെയധികം ഡീആക്ടിവേറ്റ് ആയിട്ട് പോകാറുണ്ട്. അതായത് അതിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം ആൽക്കഹോൾ ബാധിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ചെയ്ത ആൾക്കാർക്ക് നാണം കുറയുന്നതും അല്ലെങ്കിൽ അവരല്ലാത്ത ഒരു രീതിയിൽ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നത്. മറ്റൊരു തലച്ചോറിൻ്റെ ഭാഗം ആൽക്കഹോൾ കാരണം ഡീആക്ടിവേറ്റ് ആകുന്നതെന്ന് പറയുന്നത് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പലപ്പോഴും ആ സമയത്തുള്ള മെമ്മറി ഒന്നും അവർക്ക് കാണില്ല, വളരെ ബ്ലാക്ക് ഔട്ടായി പോകുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇത്തരം രീതിയിലേക്ക് ബിഹേവിയറിലായിക്കോട്ടെ അവരുടെ ഇമോഷനിലായിക്കോട്ടെ ഒക്കെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസി വർദ്ധിച്ചു വരുന്നു. ഏറ്റവും ഒടുവിൽ ഇതൊരു ആൽക്കഹോൾ യൂസ് ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിലേക്കാണ് എത്തി നിൽക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ 40 ബില്യണിലധികം ആൾക്കാരിൽ ഈ ഒരു കണ്ടീഷൻ കണ്ടുവരാറുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ഇത് ട്രീറ്റ് ചെയ്യാൻ മടിയാണ്. ഇതൊരു ഡിസോർഡർ ആണെന്നും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണെന്നുള്ള രീതിയിലേക്ക് ഈ ഒരു കണ്ടീഷനെ നമ്മൾ ആരും മനസ്സിലാക്കാറില്ല. ഒരിക്കലും ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് വിൽ പവർ ഇല്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഇതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഹീൽ ചെയ്യാനുള്ള ഒരു ടൈമാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനായിട്ട് അതിനൊരു മെഡിക്കൽ സിസ്റ്റം ആവശ്യമാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയും ആവശ്യം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇത് ഹെൽപ്ഫുൾ ആകും, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനുള്ള അല്ലെങ്കിൽ ഇത് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക.